എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മഹാഭാരതത്തിലെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ പറ്റിയിട്ടാണ്. ഭീഷ്മ പിതാമഹർ. ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും 8ാമത്തെ പുത്രനായി ദേവവ്രതൻ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഗംഗാദേവി തൻ്റെ പുത്രന് ഈ ലോകത്തിലുള്ള സകല വിദ്യകളിലും പ്രാവീണ്യം നേടിക്കൊടുത്തു. ശേഷം ശന്തനു മഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട് അമ്മ ഗംഗാദേവി യാത്രയായി. അച്ഛനോടൊപ്പം ബാക്കി രാജഭരണകാര്യങ്ങളുമൊക്കെ ഭീഷ്മ പിതാമഹർ പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് യമുന നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് സത്യവതി എന്ന സ്ത്രീയെ കാണുകയും അവളിൽ അനുരക്തനാവുകയും ചെയ്തു. അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് സത്യവതിയുടെ അച്ഛനെ കണ്ട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആ ദാശരാജാവ് അവിടെ ഒരു നിബന്ധന വെച്ചു. എൻ്റെ പുത്രിയായിട്ടുള്ള സത്യവതിയെ ഞാൻ വിവാഹം ചെയ്തു തരാം, പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന പുത്രനെ വേണം രാജാവാക്കാൻ. എന്നാൽ തൻ്റെ മകനായിട്ടുള്ള ദേവവ്രതനിലുള്ള കഴിവുകളും അവൻ്റെ യുദ്ധത്തിലുള്ള പ്രാവീണ്യവും രാജ്യഭരണത്തിലുള്ള പ്രാവീണ്യവും അതിലുള്ള കഴിവുകളുമൊക്കെ മനസ്സിലാക്കിയിട്ട് ശന്തനു മഹാരാജാവിന് ആ കണ്ടീഷൻ, ആ നിബന്ധന ഏറ്റെടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി തിരികെ കൊട്ടാരത്തിലേക്കെത്തി. എന്നാൽ രാജ്യകാര്യങ്ങളിൽ ഒന്നും തന്നെ താല്പര്യം കാണിക്കാതെ സദാസമയവും ദുഃഖിതനായിരിക്കുമായിരുന്നു ശന്തനു മഹാരാജാവ്. അച്ഛൻ്റെ ദുഃഖകാരണം എന്തെന്ന് മനസ്സിലാക്കി ദേവവ്രതൻ ദാശരാജാവിൻ്റെ അടുക്ക് ചെന്ന് തൻ്റെ പുത്രിയെ എൻ്റെ അച്ഛനായിട്ടുള്ള ശന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ദാശരാജാവ് ഗംഗാദത്തനോടും ഇതുതന്നെയായിരുന്നു പറഞ്ഞത്. സത്യവതിയിലും ശന്തനു മഹാരാജാവിനിലും ഉണ്ടാകുന്ന കുട്ടിക്ക് വേണം രാജ്യഭരണം കൊടുക്കേണ്ടത്, അവനാകണം രാജാവ് എന്ന് പറഞ്ഞു. എന്നാൽ ആ കണ്ടീഷൻ അംഗീകരിക്കാൻ ദേവവ്രതന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന്, എനിക്ക് രാജാവാകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ദാശരാജാവ് ഒരു നിബന്ധന കൂടി വെച്ചു. നിനക്ക് രാജ്യഭരണം വേണ്ടായിരിക്കും, പക്ഷേ നിന്റെ പുത്രന് ആ രാജഭരണം ആവശ്യമുണ്ടെങ്കിൽ, അവൻ അതിന് യോഗ്യനാണ്, അവൻ അതിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മകളുടെ പുത്രന് രാജാവാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ദാശരാജാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അവിടെ വെച്ച് ദേവവ്രതൻ ഗംഗാദത്തൻ പ്രതിജ്ഞയെടുത്തു. ഇനി മുതൽ ഞാൻ ബ്രഹ്മചാരിയായിരിക്കും, ഞാൻ ബ്രഹ്മചര്യം പാലിക്കുമെന്ന്. ദേവവ്രതൻ്റെ ആ ഭീഷ്മമായിട്ടുള്ള പ്രതിജ്ഞ കേട്ട് അവിടേക്ക് ദേവന്മാരൊക്കെ തന്നെ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെയാണ് ഗംഗാദത്തൻ ദേവവ്രതൻ ഭീഷ്മനായി തീർന്നത്, ഭീഷ്മാചാര്യരായി തീർന്നത്. അങ്ങനെ ഭീഷ്മാചാര്യർ അച്ഛൻ്റെയോട് പോയി ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ശന്തനു മഹാരാജാവിൻ്റെയും സത്യവതിയുടെയും വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ആ ഭീഷ്മമായിട്ടുള്ള ദേവവ്രതൻ്റെ പ്രതിജ്ഞ കേട്ടിട്ട് അച്ഛൻ ഒരു വരം നൽകി, സ്വച്ഛന്ത മൃത്യു. എപ്പോഴാണോ നിനക്ക് മരിക്കാൻ താല്പര്യമുള്ളത്, നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിനക്ക് മരണം സംഭവിക്കൂ എന്നുള്ള വരവും അച്ഛനായിട്ടുള്ള ശന്തനു മഹാരാജാവ് നൽകി. അങ്ങനെ ശന്തനു മഹാരാജാവിനും സത്യവതിക്കും 2 പുത്രന്മാരുണ്ടായി. വിചിത്രവീര്യനും ചിത്രാംഗതനും എന്ന 2 പുത്രന്മാർ. എന്നാൽ അവർ അല്പായുസുകളായിരുന്നു. ചിത്രാംഗതൻ എന്ന പുത്രൻ ചിത്രാംഗതൻ എന്ന ഗന്ധർവനോട് തന്നെ ഏറ്റുമുട്ടി മരണമടഞ്ഞു. വിചിത്രവീര്യന് വേണ്ടിയിട്ട് വിചിത്രവീര്യനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, കുലം നിലനിർത്തുവാൻ, പുത്രോൽപാദനത്തിന് വേണ്ടിയിട്ട്, കുലം നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് 3 സ്ത്രീകളെ
അംബ, അംബിക, അംബാലിക എന്ന 3 സ്ത്രീകളെ സ്വയംവര പന്തലിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് വരികയായിരുന്നു ഭീഷ്മ പിതാമഹൻ. ചിത്രാംഗതൻ എന്ന പുത്രൻ ചിത്രാംഗതൻ എന്ന ഗന്ധർവനോട് തന്നെ ഏറ്റുമുട്ടി മരണമടഞ്ഞു. രണ്ടാമനായിട്ടുള്ള വിചിത്ര വീര്യന് വേണ്ടിയിട്ട് കാശി രാജാവിൻ്റെ മക്കളായിട്ടുള്ള അംബ, അംബിക, അംബാലിക എന്നിവരെ അവരുടെ സ്വയംവര പന്തലിൽ നിന്ന് ബലാത്കാരേണ ഭീഷ്മർ പിടിച്ചുകൊണ്ടുപോന്നു. എന്നാൽ അംബയുടെ താല്പര്യം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അംബയെ വിട്ടയച്ചു. എന്നാൽ വിചിത്ര വീര്യന് അവരിൽ സന്താനോൽപാദനം നടത്താനായില്ല എന്ന് മാത്രമല്ല, ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. രാജ്യം അനാഥയായി തീർന്നിരിക്കുന്നു. ഇനി എന്താണ് വഴിയെന്ന് സത്യവതി ചിന്തിച്ചപ്പോൾ ഭീഷ്മരോട് അഭ്യർത്ഥിച്ചു, അംബാലികയിലും അംബികയിലും പുത്രോൽപാദനം നടത്തണമെന്ന്. കാരണം അന്നത്തെ രാജ്യ നിയമങ്ങളിൽ ഒരു രാജാവ് മരിച്ചുപോയി കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയിൽ കുലം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾക്ക് പുത്രോൽപാദനം നടത്താം. അത് ബ്രഹ്മചാരി ആയാലും അയാളുടെ ബ്രഹ്മചര്യ വ്രതത്തിൽ ഭംഗം സംഭവിക്കില്ല എന്ന് അന്നത്തെ രാജ നിയമങ്ങളിൽ അനുശാസിക്കുന്നുണ്ടായിരുന്നു. അതുപ്രകാരം സത്യവതി ഭീഷ്മരോട് പറഞ്ഞു അംബികയിലും അംബാലികയിലും പുത്രോൽപാദനം നടത്താൻ. എന്നാൽ ഭീഷ്മർ അതിന് തയ്യാറായില്ല. അങ്ങനെ സത്യവതിയുടെ ആദ്യത്തെ പുത്രനായിട്ടുള്ള കൃഷ്ണദ്വൈപായനനെ വിളിച്ച് അംബികയിലും അംബാലികയിലും പുത്രോൽപാദനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഭീഷ്മർ ആ സത്യവതിയുടെ വാക്കുകളെ തെറ്റിച്ചു, അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായില്ല. അതിൻ്റെ ഭവിഷ്യത്ത് മഹാഭാരതം ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രതിജ്ഞ എടുക്കുമ്പോൾ ഭീഷ്മാചാര്യർ പറയുന്നുണ്ടായിരുന്നു, കുരുവംശത്തിൽ ആരാണോ രാജ്യം ഭരിക്കുന്നത് അവരെ ഞാൻ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുമെന്ന്. ഈ വാക്കുകളിൽ തന്നെയായിരുന്നു ഭീഷ്മ പിതാമഹർ എല്ലായ്പ്പോഴും. വർത്തമാന കാലത്തെ പറ്റിയിട്ട്, ഭാവി കാലത്തെ പറ്റിയിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് താൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞ അത് എല്ലായ്പ്പോഴും നിറവേറ്റണമെന്ന് മാത്രമേ ഭീഷ്മർക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. പ്രതിജ്ഞ നല്ലതാണ്, ആ പ്രതിജ്ഞയെ പരിപാലിക്കാനും നാം ശ്രമിക്കണം. പക്ഷേ ആ പ്രതിജ്ഞ ലംഘിക്കേണ്ടി വരുന്ന സാഹചര്യം, അതായത് ധർമ്മത്തിന് എതിരായിട്ട് തൻ്റെ പ്രതിജ്ഞ നിൽക്കുകയാണെങ്കിൽ ആ പ്രതിജ്ഞയെ ലംഘിക്കണം, അതാണ് വേണ്ടത്. എന്നിട്ട് ധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ട് വേണം അവിടെ നാം പ്രവർത്തിക്കേണ്ടത്. ഭഗവാൻ കൃഷ്ണനെ ഒന്നെടുത്ത് നോക്കൂ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ താൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നാൽ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ തനിക്ക് ആയുധമെടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയെ ലംഘിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആയുധമെടുത്തു. മനസ്സിലായോ? അപ്പോൾ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് നാം ആയുധമെടുക്കേണ്ടത്, അല്ലെങ്കിൽ ധർമ്മത്തിനാണ് നാം മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു തരുന്നുണ്ട്. വർത്തമാനകാലത്തെ പറ്റി, ഭാവി കാലത്തെ പറ്റിയിട്ട് ചിന്തിക്കാതെ ഓരോ പ്രതിജ്ഞകളും നാം എടുക്കുന്ന സമയത്ത് അത് നമുക്ക് എല്ലായ്പ്പോഴും അനുകൂലമായി വരണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമായി വരണമെന്നില്ല. ഇത്രയധികം വിദ്യകളിൽ പ്രാവീണ്യം നേടിയ ഭീഷ്മ പിതാമഹർ ഒരിക്കലും തൻ്റെ ഈ വാക്കുകളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രരും മക്കളും ഭരിക്കുന്ന സമയത്ത്, അധർമ്മം ചെയ്യുന്ന സമയത്ത്
അവരുടെ കൂടെ നിൽക്കുവാൻ മാത്രമേ ഭീഷ്മ പിതാമഹർക്ക് കഴിഞ്ഞുള്ളൂ. അധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ അധർമ്മം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു ഭീഷ്മരുടേത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് എന്ന് വേദവ്യാസ മഹർഷി പഠിപ്പിച്ചു തരികയാണ് ഭീഷ്മ പിതാമഹരിലൂടെ. പ്രതിജ്ഞ എടുക്കണം, പക്ഷേ ആ പ്രതിജ്ഞ എടുക്കേണ്ടത് സത്യലംഘനത്തിനു വേണ്ടിയിട്ടോ ധർമ്മലംഘനത്തിനു വേണ്ടിയിട്ടോ അല്ല, മറിച്ച് രാഷ്ട്രത്തെയും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുവാൻ വേണ്ടിയിട്ട്, അവയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. ഭീഷ്മരുടെ പ്രതിജ്ഞയെപ്പറ്റിയൊന്ന് ചിന്തിക്കുമ്പോൾ ശന്തനു മഹാരാജാവിനും സത്യവതിയിലും ഉണ്ടാകാൻ പോകുന്ന പുത്രന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുത്രന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇനി വിവാഹം ചെയ്യില്ല, ബ്രഹ്മചര്യം പാലിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തത്. ശ്രദ്ധിക്കുക, വിവാഹം കഴിഞ്ഞിട്ടില്ല. ശന്തനു മഹാരാജാവിനും സത്യവതിക്കും പുത്രനാണോ പുത്രിയാണോ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ചിന്താശൂന്യമായിട്ടുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു ഭീഷ്മർ അവിടെ ചെയ്തത്. ഇങ്ങനെ വർത്തമാനകാലത്തെ പറ്റിയിട്ട് ചിന്താശൂന്യമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നാം പ്രതിജ്ഞ എടുക്കാൻ പാടില്ല. അത് തന്നെ തെറ്റ്. രണ്ടാമത്, ഹസ്തനപുരിയിൽ ആരാണോ രാജ്യം ഭരിക്കുന്നത് അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ അധർമ്മം ചെയ്യുന്നവര് രാജാവായി വന്നപ്പോൾ ധർമ്മം അറിയാമായിരുന്നിട്ട് കൂടി അധർമ്മം പ്രവർത്തിക്കേണ്ടി വരുന്നത് തൻ്റെ ആ പ്രതിജ്ഞയിലൂടെയാണ്. അതുകൊണ്ട് ഭാവിയെ ഓർത്തിട്ട് ഒരിക്കലും നാം ഇന്ന് പ്രതിജ്ഞ എടുക്കാൻ പാടില്ല. രാമായണത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദശരഥ മഹാരാജാവ് ഭാവിയിലേക്ക്, അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിന് യുദ്ധസമയത്ത് തൻ്റെ ഭാര്യയായിട്ടുള്ള കൈകേയി സഹായിച്ചു. ആ സമയത്ത് വരം ചോദിക്കാൻ പറഞ്ഞു, വരം കൊടുക്കുന്നില്ല, വരം വേണ്ട എന്ന് പറഞ്ഞു. താൻ പിന്നീട് ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ച് പിന്നീട് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് കൊണ്ട്, ഭാവിയെ ചിന്തിക്കാതെ മാറ്റിവെച്ചത് കൊണ്ടാണ് ദശരഥ മഹാരാജാവിനും ഇങ്ങനൊരവസ്ഥ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും നാം ഭാവിയെ പറ്റി കൂടി ചിന്തിച്ചിട്ട് വേണം വാഗ്ദാനങ്ങൾ നൽകേണ്ടത്, പ്രതിജ്ഞകൾ ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്നു എന്ന് ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുക്കിലേക്ക് പഞ്ചപാണ്ഡവരും അതുപോലെ തന്നെ കൃഷ്ണയും ഒക്കെ അവിടേക്ക് എത്തി. അങ്ങനെ എത്തുന്ന സമയത്ത് ഭീഷ്മ പിതാമഹർ വാതോരാതെ ധർമ്മത്തെ പറ്റിയിട്ടും രാഷ്ട്രധർമ്മത്തെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മ പിതാമഹർ ഇത് പറയുന്ന കേട്ടിട്ട് അവിടെ വെച്ച് ചിരിയാണ് കൃഷ്ണയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് ഭീഷ്മ പിതാമഹർ അന്വേഷിച്ചപ്പോൾ അവിടെ പറയാണ്, ആ കുരുക്ഷേത്ര ആ കൗരവ സഭയിൽ വെച്ച് ഈ അധാർമികളായിട്ടുള്ള ദുര്യോധനാദികളും ദുശാസനന്മാരും ഒക്കെ ചേർന്ന് എൻ്റെ ഉടുവസ്ത്രം അഴിക്കുന്ന സമയത്ത് ഒരു വാക്ക് പോലും മറുത്തു പറയാൻ സാധിക്കാത്ത നിങ്ങൾ ഇപ്പോൾ ഇത് സംസാരിക്കുന്നു എന്ന് അവിടെ വെച്ച് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ദുഃഖിതനായിട്ട് ഭീഷ്മ പിതാമഹർ പറയുന്ന ഒരു മറുപടിയുണ്ട്. അന്ന് മുഴുവൻ എൻ്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് ദുര്യോധനൻ തന്ന അന്നത്തിൽ ഉണ്ടായ രക്തമാണ്. എന്നാൽ ധീരനായിട്ടുള്ള അർജുനൻ ചമച്ച ഈ ശരശയ്യയിലൂടെ എൻ്റെ ദുഷിച്ച രക്തമൊക്കെ പോയിട്ട് എൻ്റെ പ്രജ്ഞ ഉദിച്ചിരിക്കുന്നു, എൻ്റെ പ്രജ്ഞ തെളിഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോൾ ധർമാധർമ്മങ്ങളെ മനസ്സിലാക്കി ധർമ്മത്തെ ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് അവൾക്ക് മറുപടി നൽകി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ വർത്തമാനകാലത്തെപ്പറ്റി ചിന്തിക്കാതെ വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും കൊടുക്കാൻ പാടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഭീഷ്മ പിതാമഹനെ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ
ഒരു ജീവിത പാഠമാക്കി കണ്ട് ഇതിനെ പ്രാവർത്തികമാക്കാം. നന്ദി.